നല്ല ഫ്രസ്ട്രേഷൻ ഉണ്ട് ആദ്യമൊക്കെ. എക്സാം എഴുതുന്ന ഒരു പ്രഷർ ഒരിക്കലും മോക്ക് കിട്ടുമ്പോൾ കിട്ടില്ല എന്ന് മനസ്സിലായി. നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് രണ്ട് അറ്റ്മോസ്ഫിയറിലും ഡിഫറെന്റ് ആയിട്ടാണെന്ന് മനസ്സിലായി. സ്കിപ്പ് ചെയ്യുക എന്നുള്ളത്, അത് സ്കിപ്പ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ അത് ബാങ്ക് എക്സാംസ് ഒക്കെ എന്നെ കുറെ സഹായിച്ചിട്ടുണ്ട്. 1 അവറിന്റെ മോക്ക് ചെയ്താൽ ബേസിക്കലി ഒരു 2 hours തന്നെ അനാലിസിസിന് ആവണം. നമസ്കാരം. ഗവൺമെന്റ് എക്സാംസ് ക്ലിയർ ചെയ്തവരെ പരിചയപ്പെടുന്ന ദിശ അക്കാഡമിയുടെ സക്സസ് പോയിന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അമലിനെയാണ്. അപ്പോൾ അമലിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഹലോ അമൽ. ഹായ് സാർ. അപ്പോൾ അമലിനെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ അമൽ ശ്രീകുമാർ, തിരുവനന്തപുരം ജില്ലയിലെ പട്ടത്തെന്നാണ് താമസം. വീട്ടില് അമ്മയും അച്ഛനെയും ഞാനും മാത്രമാണുള്ളത്. അപ്പോൾ എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നത് അമൽ ഏത് പോസ്റ്റാണ് ക്ലിയർ ചെയ്തത്, ഏത് എക്സാം ആണ് ക്ലിയർ ചെയ്തത്, ഏത് പോസ്റ്റിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത് എന്നാണ്. ഒന്ന് പറയാം. ഞാൻ CGL 2025 ആണ് ക്ലിയർ ചെയ്തത്. ഇപ്പോൾ ഇൻകം ടാക്സിലെ ഓഫീസ് സൂപ്രണ്ടന്റ് പോസ്റ്റാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ. ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് പേര് ഡ്രീം ചെയ്യുന്ന പരീക്ഷയാണ് SSCയുടെ CGL. ഓൾ ഓവർ ഇന്ത്യ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഒരുപാട് ആസ്പിരൻസ് വളരെ ഹാർഡ് വർക്ക് ചെയ്ത് ക്ലിയർ ചെയ്യുന്ന പരീക്ഷയാണ്. അതിൽ ഇൻകം ടാക്സിൽ ഓഫീസ് സൂപ്രണ്ടന്റ് ആയിട്ടുള്ള പോസ്റ്റാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പം ഫൈനൽ സെലക്ഷൻ പ്രോസസ് ഒക്കെ എവിടെ വരെയായി? ഇപ്പോൾ ഒരു ഐഡന്റിറ്റി വെരിഫിക്കേഷൻ ആണ് ഇപ്പോൾ കഴിഞ്ഞത്. അത് കഴിഞ്ഞ് ഇനി ഒരു ഫൈനൽ ലിസ്റ്റ് വരുന്നുണ്ട്. ആക്ച്വലി ഇപ്പം റീസെന്റ് SSC CGL പുതിയൊരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഫിക്സിംഗ് ഫ്ലോട്ടും, അതായത് നിങ്ങൾക്ക് വന്ന പോസ്റ്റുകൾ ഫിക്സ് ചെയ്യാനും ഫ്ലോട്ട് ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് അല്ലേ. അപ്പം ഓഫീസ് സൂപ്രണ്ടന്റ് പോസ്റ്റിൽ തന്നെ നിൽക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ അതോ ഫ്ലോട്ട് ചെയ്ത് അടുത്ത ഓപ്ഷൻ കൊടുക്കാൻ ആഗ്രഹിക്കും? ഞാൻ ഫ്ലോട്ടാണ് ചെയ്തത്. അടുത്ത അപ്ഗ്രേഡ് കിട്ടും എന്നാണ്. ഓക്കെ. മറ്റ് പോസ്റ്റുകൾ ഏതൊക്കെയാണ് ആഗ്രഹിക്കുന്ന പോസ്റ്റുകൾ, അല്ലെങ്കിൽ തൊട്ട് മുമ്പിൽ വരുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണ് ഇനിയുള്ളത്? പ്രിവെന്റീവ് ഓഫീസറും GST ഇൻസ്പെക്ടറാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ സ്കോർ അനുസരിച്ചിട്ട് ഒരു പക്ഷേ കിട്ടിയേക്കാം, അല്ലെങ്കിൽ ഈ പോസ്റ്റിൽ തന്നെ നിൽക്കാൻ പറ്റും. ഇപ്പം ഇൻകം ടാക്സ് ഓഫീസ് സൂപ്രണ്ടന്റ് ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അതിന്റെ ഫൈനൽ പ്രോസസ്സുകളൊക്കെ എത്ര സമയം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? എല്ലാം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു 1.5 months എടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ. അപ്പം നമുക്ക് അമലിന്റെ മറ്റു വിശേഷങ്ങളിലേക്ക് അറിയാം. അപ്പോൾ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ എന്ത് ചെയ്യുന്നു? അച്ഛൻ എക്സ് സർവീസ് ആണ്, അമ്മ ഹൗസ് വൈഫ്. ഏത് സർവീസിലായിരുന്നു അച്ഛൻ വർക്ക് ചെയ്തിരുന്നത്? അച്ഛൻ ആർമിയിലെ മദ്രാസ് എഞ്ചിനീയറിംഗ് റെജിമെന്റിലായിരുന്നു. ഇപ്പൊ കറലി നാട്ടിലുണ്ട് അല്ലേ? ഓക്കെ. അമ്മ ഹൗസ് വൈഫ് ആണ്. ഓക്കെ. അപ്പോൾ പിന്നെ അമലിന്റെ പ്രിപ്പറേഷൻസ് എങ്ങനെയായിരുന്നു നമ്മൾ അറിയുന്നതിന് മുമ്പ് അമല് വന്നൊരു ജേണി നമുക്കറിയണം. SSC CGL എക്സാമിലേക്ക് വന്ന ജേണി. അപ്പം എന്താണ് പഠിച്ചത്? സബ്ജക്ട് ഏത് സബ്ജക്റ്റാണ് പഠിച്ചിരുന്നത്? ഞാൻ BCom ആണ് ചെയ്തിരുന്നത്. കേരള യൂണിവേഴ്സിറ്റിയിലായിരുന്നു. ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞിട്ടൊരു അക്കൗണ്ടിങ് കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ സൈഡിൽ കൂടെയാണ് കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതി തുടങ്ങിയത്. ഓക്കെ ഓക്കെ. എങ്ങനെയാണ് പ്രോപ്പർലി ഈ ഒരു SSC എക്സാംസിലേക്ക് വരാനുള്ള ജേണി? അതായത് ഇതൊരു വലിയൊരു കടലാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അപ്പോൾ അതിലേക്ക് ഇറങ്ങാൻ കാരണമായ അപ്പം ഏത് ഏജിലാണ്, ഏത് സമയത്താണ് ഇത് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഈ CGL SSCനെ പറ്റിയൊക്കെ കേൾക്കുന്നത്. മുമ്പ് എനിക്ക് അത്ര വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ 2023 2 ആണ് ഒരു വലിയ വേക്കൻസി വന്ന ഒരു എക്സാം CGLന്റെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ പ്രിലിംസ് പാസ്സായിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞാണ് എനിക്കൊരു അത് പാസ്സായതിനു ശേഷമാണ് ഒരു കോൺഫിഡൻസ് കിട്ടിയത്. ഈ എക്സാമിനെ ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളൊരു ഇത്. അപ്പൊ കുറച്ച് നാള് സെൽഫ് സ്റ്റഡി ആയിട്ട് പോയി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ദിശയിൽ വന്ന് ജോയിൻ ചെയ്തത്. April 2024 ബാച്ചിലായിരുന്നു. അന്നോട്ടാണ് സീരിയസ് ആയിട്ട് CGLനെ എക്സാമിനെ കണ്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം 2025 തന്നെ CGL എഴുതി. അപ്പോൾ അതിൽ തന്നെ അത്യാവശ്യം നല്ലൊരു പോസ്റ്റ് കിട്ടി നിൽക്കുകയാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ ഒരു ജേണി, അതിന് മുമ്പത്തെ കാര്യങ്ങൾ ഞാൻ ചോദിച്ചോട്ടെ. അതായത് എവിടെയാണ് പഠിച്ചത്? സ്കൂൾ ലൈഫിന്റെ കാര്യമൊക്കെ ഒന്ന് പറയാമോ? 5th വരെ ഞാൻ കേന്ദ്രീയ വിദ്യാലയ പട്ടത്താണ് പഠിച്ചത്. KV പട്ടം. ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞ് നവോദയ വിദ്യാലയന്റെ എൻട്രൻസ് എഴുതി. ഓക്കെ. ജവഹർ നവോദയ വിദ്യാലയ. ഓക്കെ. എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഞാനും ജവഹർ നവോദയ വിദ്യാലയയുടെ ഒരു പ്രൊഡക്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. നവോദയ കൊല്ലം ആണ് ഞാൻ പഠിച്ചത്. ഓക്കെ. അപ്പോൾ ആ 5 മുതൽ 6 വരെ മാത്രം, 5, 6 മാത്രം അല്ലേ നവോദയയിൽ പഠിച്ചു? അതെ, 6th സ്റ്റാൻഡേർഡ് മാത്രമാണ്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. ഗുഡ് ഷെപ്പേർഡ് സ്കൂൾ ആക്കുളത്താണ് പഠിച്ചത്. ഓക്കെ. എന്ത് പറ്റി നവോദയയിൽ കണ്ടിന്യൂ ചെയ്യാൻ? എന്ത് പറ്റി? എന്താ കാരണം? ബേസിക്കലി സാർ സിംഗിൾ ചൈൽഡ് ആണ്. അതൊരു വീട്ടിൽ ആരും ഇല്ല എന്നുള്ളത് കൊണ്ട് ഹോസ്റ്റലിലാണല്ലോ നിന്ന് പഠിക്കേണ്ടത്. ഓക്കെ. അതുകൊണ്ട് വന്നു. ഗുഡ് ഷെപ്പേർഡിൽ പഠിച്ചു. 10th വരെ. അത് കഴിഞ്ഞ് +1 +2 സർവോദയ വിദ്യാലയയിലാണ് പഠിച്ചത്. സർവോദയ വിദ്യാലയയിലാണ് പഠിച്ചത്. അതിനുശേഷമാണ് BCom വന്നത്.
അതെ അല്ലേ? ബികോമിന് ശേഷം പിന്നെ കുറച്ച് നാളുകൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കോഴ്സസ് നിന്നു. അതിനുശേഷം 2024 ആണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ സീരിയസ്ലി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ 2026 ആയപ്പം നമ്മൾ ജോലിയിലേക്ക് കിടക്കുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പം എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, അപ്പോൾ 26 അല്ലെങ്കിൽ ഒരു നല്ലൊരു പീരീഡ് കഴിഞ്ഞിട്ടാണ്, ഡിഗ്രി കഴിഞ്ഞ് കുറേ അധികം സമയം കഴിഞ്ഞിട്ടാണ് അമൽ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിനെ പറ്റി മനസ്സിലാക്കുന്നതും സീരിയസ് ആയിട്ട് വരുന്നത്. അപ്പം പുതുതായിട്ട് ഇപ്പോൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ ആൾക്കാരുണ്ട്, ഇപ്പോൾ ഡിഗ്രിയൊക്കെ കഴിയുന്ന സമയമാണ്, അല്ലെങ്കിൽ +2 ഒക്കെ കഴിഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരോട് ഈ കോമ്പറ്റേറ്റീവ് എക്സാംസുമായിട്ട് ബന്ധപ്പെട്ട് അവരോട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നാണ് അമലിന് പറയാൻ പറ്റുന്നത്? ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്നവരെ കുറേ പേര് എനിക്ക് അറിയാം. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് അപ്പോൾ പെട്ടെന്ന് തന്നെ ജോലി കഴിയുന്നതോടുകൂടി തന്നെ ജോലി കിട്ടി കയറിയവരെയും പരിചയമുണ്ട്. അല്ല, തീർച്ചയായിട്ടും ഇതൊരു ട്രെൻഡാണ്. ആക്ച്വലി നമുക്ക് നോർത്ത് ഇന്ത്യൻ സ്ഥലങ്ങളിലൊക്കെ നോക്കിയാൽ പലരും, ഒരുപാട് ആൾക്കാർ +2 കഴിയുമ്പോൾ തന്നെ നേരെ കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്യും, അതിന് കൂടെ തന്നെ ഡിസ്റ്റൻ്റ് ആയിട്ട് ഡിഗ്രി എടുക്കുകയും ചെയ്യും. ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഇതിനെപ്പറ്റി അവയർനെസ് ഉണ്ട്, കാരണം ഇത്രയും ബെസ്റ്റ് പോസ്റ്റുകളും ഇത്രയും വലിയ അവസരങ്ങളും ഉണ്ട്. അപ്പം അവർ +2നോടൊപ്പം തന്നെ ഈ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. 3 വർഷത്തെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇവർ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ഏറ്റവും നന്നായിട്ട് എക്സൽ ചെയ്യും. അപ്പോൾ ആ വർഷത്തെ CGL ഒക്കെ തന്നെ ക്ലിയർ ചെയ്താണ് വരുന്നത്. പലപ്പോഴും നമ്മുടെ GST ഓഫീസിലൊക്കെ ജോലി കിട്ടി പോകുന്ന സ്റ്റുഡൻസ് പറയാറുണ്ട്, അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നത് 21 വയസ്സും 22 വയസ്സുള്ള നോർത്ത് ഇന്ത്യൻ ആൾക്കാരാണെന്ന് പറയാറുണ്ട്. അതിൻ്റെ കാരണം ഇതാണ്, ഇത്തരത്തിൽ അവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള പ്രിപ്പറേഷൻ ആയിരിക്കും ബെറ്റർ എന്ന് വേണമെങ്കിൽ ഒരു പക്ഷേ പറയാം, അല്ലേ? അതെ സാർ, ആദ്യം മുതലേ നല്ല ഫൗണ്ടേഷനും ബേസും ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അവർക്ക് പെട്ടെന്നൊരു എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. ഓക്കെ. അപ്പോൾ അമലിൻ്റെ ഒരു പ്രിപ്പറേഷൻ ജേണി അറിയുന്നത് നന്നായിരിക്കും. കാരണം 2024 പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു, 25 CGL തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റി. ഏകദേശം ഒരു വർഷവും അല്ലെങ്കിൽ 2 വർഷം എന്ന് വേണമെങ്കിൽ പറയാം. 2 വർഷം കൊണ്ട് ജോലിയിൽ കയറി. അപ്പം പഠിച്ചു തുടങ്ങി ഫസ്റ്റ് CGL 2025 എഴുതിയ CGL തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ അമലിൻ്റെ ജേണി തീർച്ചയായിട്ടും അറിയാൻ ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാവും. അമൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്? ഞാൻ 2023 സെൽഫായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. സീരിയസ് ആയിട്ട് പക്ഷേ 2024 സ്റ്റാർട്ട് ചെയ്യുന്നത്. ദിശ അക്കാഡമിയിൽ വന്ന് ജോയിൻ ചെയ്തു, ക്ലാസ്സസ് ഒക്കെ കഴിഞ്ഞു. ഏത് ബാച്ചിലാണ്? 2024 ഏപ്രിൽ ബാച്ചിൽ. ഓക്കെ. ക്ലാസ്സസ് ഒക്കെ കഴിഞ്ഞു. അതിനുശേഷം ഓരോ സബ്ജക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് എനിക്ക് ആദ്യം മുതലേ നല്ലൊരു ബേസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അതിന് കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. സോ പിന്നെ റീസണിങ്ങിന്റെ കാര്യം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് റീസണിങ്. പക്ഷേ അത് എത്ര സ്പീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ അതിന് പ്രാക്ടീസ് മാത്രമേ ഉള്ളൂ. മാക്സിമം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള ഒരു ഷോർട്ട് കട്ട്സ് ഒന്നുമില്ല. മാത്സ് ആണ് എന്റെ വീക്ക് സബ്ജക്റ്റ് ആയിരുന്നത്. ആദ്യം 25 ക്വസ്റ്റ്യൻസ് ഒന്നും ആദ്യം കാണാത്തൂടെയില്ലായിരുന്നു. ഓക്കെ, ഇപ്പോൾ ബേസിക്സ്, ഇപ്പോൾ മാത്സ് നമ്മുടെ ബേസിക് ക്ലാസ്സസ് ഒക്കെ കണ്ടു, ബേസിക്സ് ഒക്കെ പഠിച്ചു. അതിനുശേഷം എങ്ങനെയാണ് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി, മാത്സിൻ്റെ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി എങ്ങനെയൊക്കെയാണ് പ്രാക്ടീസ് ചെയ്തത്? വർക്കൗട്ട് സെഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പല യൂട്യൂബിലായാലും മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസിലായാലും ഉള്ള വർക്കൗട്ട് ചെയ്യുന്നത് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ ചെയ്യുമായിരുന്നു. ബുക്ക് പല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്ത് നോക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ അതുപോലെ ടൈം വെച്ചിട്ടായിരുന്നു ചെയ്യുന്നത്? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ ഒരു ടോപ്പിക് എടുത്തിട്ട് ടൈം വെച്ചിട്ടായിരുന്നു ചെയ്യുന്നത്, അതോ ബൾക്കായിട്ട് ക്വസ്റ്റ്യൻസ് ഇട്ടുന്നെങ്കിൽ ചെയ്യുമായിരുന്നു? ആദ്യം തുടങ്ങിയ സമയത്ത് എനിക്ക് വലിയ ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ ആദ്യം ബൾക്കായിട്ട് ചെയ്ത് നോക്കുമായിരുന്നു. അപ്പൊ പിന്നെ എക്സാംസ് എഴുതുമ്പോൾ എനിക്ക് മനസ്സിലായി അത് സമയം എനിക്ക് കിട്ടുന്നില്ല. ടൈം മാനേജ്മെന്റ് വളരെ വലിയൊരു പ്രശ്നമായിരുന്നു. അപ്പോൾ 25 ക്വസ്റ്റ്യൻസ് ഉള്ളതിന് ഒരു 17-18 ക്വസ്റ്റ്യൻസിലൂടെ എനിക്ക് എത്താൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതെങ്ങനെയെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. അപ്പോൾ അത് ഇനി പിന്നെ സെക്ഷണൽ മോക്സ് അടിച്ചു തുടങ്ങി. അങ്ങനെ പിന്നെ എന്നിട്ടും കുറേ മോക്ക് ചെയ്തു തുടങ്ങിയിട്ടും എനിക്കൊരു കാര്യം മനസ്സിലായത്, നമ്മുടെ എക്സാം എഴുതുന്ന ഒരു പ്രഷർ ഒരിക്കലും മോക്ക് കിട്ടുമ്പോൾ കിട്ടില്ല എന്ന് മനസ്സിലായി. നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് 2 അറ്റ്മോസ്ഫിയറിലും ഡിഫറെന്റ് ആയിട്ടാണെന്ന് മനസ്സിലായി. അതിനുശേഷം കുറെ എക്സാംസ് എഴുതാൻ തുടങ്ങി. അതായത് മറ്റേ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓൺലൈൻ എക്സാംസ് പലയിടത്തും എഴുതാൻ പോയി, അല്ലെ? ഓൺലൈൻ കമ്പ്യൂട്ടർ ബേസ്ഡ് പരീക്ഷകൾ പലതും എഴുതാൻ പോയി. ഇതേ പാറ്റേണിൽ വരുന്ന പരീക്ഷകൾ, റെയിൽവേയും SSCയുടെ മറ്റു പരീക്ഷകളും ഒക്കെ. ആക്ച്വലി ഇതേ പാറ്റേണിലല്ല, അത് മാത്രമല്ല, ഈവൻ ബാങ്ക് എക്സാംസും ഞാൻ എഴുതാൻ പറ്റുന്നുണ്ട്. കാരണം ഈ സെക്ഷണൽ ടൈമിംഗ് ആണല്ലോ. അപ്പോൾ അത് എങ്ങനെയെങ്കിലും പ്രാക്ടീസ് ചെയ്യണം. ആ ഒരു അറ്റ്മോസ്ഫിയർ
ക്രിയേറ്റ് ആവണം എങ്കിൽ റിയൽ എക്സാം തന്നെ വേണം എന്നുള്ളൊരു അല്ല, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം. പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ചില സ്റ്റുഡൻസ് ഉണ്ട്, അവർ വളരെ ഇൻ്റലിജൻ്റ് ആണ്, അവർ മോക്ക് എഴുതുമ്പം വലിയ സ്കോർ നേടും, ഇപ്പം 150+ ഒക്കെ നേടുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. പക്ഷെ അവർ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ അവർ നെർവസ് ആവുകയും അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റാതെയും ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര വലിയൊരു പ്രോബ്ലമാണ്. ആക്ച്വലി ഇത് എക്സ്പീരിയൻസിലൂടെ മാത്രമേ നമുക്കത് കവർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ഓക്കെ, ഒരുപാട് പേര്. അപ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്തു? എക്സാം എഴുതി തന്നെയാണോ അത് ക്ലിയർ ചെയ്തത്? അതെ, എക്സാം എഴുതി തന്നെയാണ് ക്ലിയർ ചെയ്തത്. നല്ല ഫ്രസ്ട്രേഷൻ ഉണ്ട്, ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓരോ എക്സാം എഴുതുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഈ ബാങ്ക് എക്സാംസ് എഴുതുമ്പോൾ അതിൽ നിന്ന് കുറെ മെത്തേഡ്സ് നമുക്ക് അപ്പം തന്നെ അറ്റൈൻ ചെയ്യാൻ പറ്റും. സ്കിപ്പിംഗ് ഒരു വലിയൊരു ഇതാണ്, സ്കിൽ ഓഫ് സ്കിപ്പിംഗ് എന്ന് നമുക്ക് പറയാം. കാരണം നമുക്കത് ഒരു 25 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ മാക്സിമം ഒരു 20 ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം, ബാക്കിയുള്ളത് 5 എണ്ണം. പക്ഷെ അത് ആദ്യമൊക്കെ കയറി വരുമ്പോൾ നമ്മൾ അത് ചിലപ്പോൾ അങ്ങ് ഇരുന്ന് പോകും. ഐഡന്റിഫൈ ഏതാണ് എളുപ്പ ചോദ്യം, ഏതാണ് അത് സ്കിപ്പ് ചെയ്യുക എന്നുള്ളത്, അത് സ്കിപ്പ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ അത് ബാങ്ക് എക്സാംസ് ഒക്കെ എന്നെ കുറെ സഹായിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് ഓരോ സബ്ജക്റ്റിന്. GK സബ്ജക്റ്റിനെ സംബന്ധിച്ച് എങ്ങനെയായിരുന്നു? GK സബ്ജക്ട് എടുത്തു പറയണം. നിത്യ മിസ്സിന്റെ ക്ലാസ് വളരെ യൂസ്ഫുൾ ആയിരുന്നു. അത് 3 hours സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ അത് ഇറങ്ങി വരുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതായത് ഒരു 24 മണിക്കൂർ പഠിച്ചൊരു ഫീൽ ഉണ്ടാവില്ല. എല്ലാവരും പറയാറുണ്ട് അതായത് പവർ പാക്കഡ് അല്ലെങ്കിൽ GK പാക്കഡ് ക്ലാസ്സസ് ആണെന്ന് പറയാറുണ്ട് മിസ്സിന്റെ ക്ലാസ്. അതെ, അപ്പോൾ അതൊരു ബേസ് അത് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറെ മെറ്റീരിയല്, പിന്നെ ഞങ്ങൾ ഗ്രൂപ്പായിട്ടാണ് ഇരുന്ന് പഠിക്കാറ്. ഗ്രൂപ്പായിട്ട് പഠിക്കുമ്പോൾ അത് ഇന്ററാക്ട് ചെയ്ത് ഡിസ്കസ് ചെയ്താണ് പഠിക്കുന്നത്. അതൊരു ഫൺ മെത്തേഡാണ്. അപ്പൊ അത് ഒരിക്കലും അങ്ങനെ ബോറായി പോവാത്ത രീതിയിൽ വളരെ വാസ്റ്റ് ആയിട്ട് കിടക്കുകയാണല്ലോ. അപ്പൊ അത് പഠിക്കാൻ ഇത്തരത്തിലുള്ള വഴികളിൽ GKയും ഇമ്പ്രൂവ് ചെയ്തു. അപ്പൊ ഇംഗ്ലീഷ് ഞാൻ നേരത്തെ ഇപ്പൊ പറഞ്ഞു, ഇംഗ്ലീഷ് വളരെ ഒരുവിധം ബേസ് ഉണ്ടായിരുന്നു. ഇത് പിന്നെ CGL Tier 2 ഉൾപ്പെടെ ക്ലിയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തായിരുന്നു? തീർച്ചയായും ആദ്യം മുതലേ പണ്ട് മുതലേ നല്ല പഠിച്ച ബേസ്. പിന്നെ പത്രം വായിക്കുമായിരുന്നു. പത്രം വായന ഉണ്ടായിരുന്നു, റെഗുലർ ആയിട്ട് പത്രം വായിക്കുന്ന ശീലം ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ അതിനൊരു എക്സ്ട്രാ എഫേർട്ട് വേറെ വേണ്ടി വന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. കോംപ്രിഹെൻഷൻസും പാസേജസ് ഒക്കെ ഭയങ്കരമായിട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാനൊക്കെ പറ്റിയായിരുന്നു അല്ലേ? ഓക്കെ. അപ്പം പ്രിപ്പറേഷൻ ജേർണി നമുക്ക് അറിഞ്ഞു. ഇനിയും അമല് ഏതെങ്കിലും ഒരു പോസ്റ്റ് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഡ്രീം ചെയ്യുന്ന ഏതെങ്കിലും പോസ്റ്റുകളുണ്ടോ? ഏതെങ്കിലും ഒരു പോസ്റ്റ് എത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ SSC CGL തന്നെ? SSC CGL എല്ലാവരും ഡ്രീം ചെയ്യുന്ന പോസ്റ്റാണ് ME. അപ്പോൾ അതിൽ തന്നെ എത്തണം എന്നാണ് ആഗ്രഹം. അപ്പോൾ ഇനിയും ഈ വർഷം ജോയിൻ ചെയ്താലും ബെറ്റർ പോസ്റ്റിന് വേണ്ടി പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? ഉണ്ട് സർ. ഓക്കെ. അപ്പം അതുപോലെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വീട്ടിലൊക്കെ ഇപ്പോൾ നല്ലൊരു എക്സാം ക്ലിയർ ചെയ്തു, അപ്പം കുറച്ച് നാളത്തെ ഒരു എഫേർട്ടാണ്, അത് പേ ഓഫ് ചെയ്യുന്നു എന്ന് അറിയുന്നു. അപ്പോൾ വീട്ടിൽ അച്ഛൻ്റെ അമ്മയുടെ റിയാക്ഷൻ എന്താണ് അവർ പറയുന്നത്? ഒരു നല്ല സന്തോഷം. ഇത് കുറേ നാളായി ആഗ്രഹിക്കുന്ന കാര്യമായിരുന്നു. അപ്പൊ ഞാൻ വന്ന് റിസൾട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ സ്വാഭാവികമായി നല്ലൊരു റിയാക്ഷൻ ആയിരുന്നു. ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അവർ എക്സ്പെക്ട് ചെയ്തിരുന്നു ഈ വർഷം തന്നെ CGL ക്ലിയർ ചെയ്യുമെന്ന്? അവർക്ക് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നോ? എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ വന്ന് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയാറുണ്ട്, നല്ലതുപോലെ പോയി, നല്ല എഴുതിയിട്ടുണ്ട് എന്നൊക്കെ പറയായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം നല്ല അൺസർട്ടനിറ്റി കുറെ ഉണ്ടായിരുന്നു. കമ്പ്യൂട്ടറിന്റെ മാർക്കുകൾ അങ്ങനെ ഒരുപാട് പേരുണ്ട്. കമ്പ്യൂട്ടർ മാത്രം മാർക്കില്ലാത്തതുകൊണ്ട് ഔട്ടായ ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതിന്റെ ഒരു അൺസർട്ടനിറ്റി കാരണം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ കേറിയതിൽ സന്തോഷം. അപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് വർഷങ്ങളായിട്ട് ഈ പ്രിപ്പറേഷൻ നടത്തില്ല. അപ്പം ഈ പുറത്തു നിന്നുള്ള ആൾക്കാർ അപ്പം പ്രിപ്പറേഷൻ ചെയ്യുമ്പം പലരും കുറേ നാളായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു, റിസൾട്ട് കാണുന്നില്ല, അപ്പോൾ ഏജ് ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ പുറത്തു നിന്ന് ആരെങ്കിലുമൊക്കെ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇറിറ്റേറ്റഡ് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ ജോലി ആയില്ലേ എന്ന് പറഞ്ഞ് നിങ്ങളെ ശല്യപ്പെടുത്തിയിട്ടുണ്ടോ? ശല്യമായി അത് കാണാതിരുന്നാൽ മതി. അതിനൊരു മോട്ടിവേഷൻ ആയിട്ട് എടുത്താൽ അതൊരു ചലഞ്ചായി നമ്മളങ്ങ് കണ്ടാൽ മതി. പോസിറ്റീവായിട്ടൊരു വേയിൽ നമ്മളങ്ങ് എടുത്താൽ മതി. ഓക്കെ. അത് നല്ലൊരു കാര്യം. എല്ലാ ഇതിലും കാണാറുണ്ട്, എല്ലാ ഫാമിലിയിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അത് ഫേസ് ചെയ്തു, പക്ഷെ അത് ഓവർകം ചെയ്ത് ഇപ്പം ജോലി കിട്ടിയെന്ന് അറിയുമ്പോൾ റിയാക്ഷൻ എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. കുറച്ച് എല്ലാവരും സപ്പോർട്ടീവായിട്ട് സംസാരിക്കുകയും മറ്റൊരു തരത്തിലായിരിക്കും നിങ്ങളെ കാണുന്നത്. ഓക്കെ. ഇനി അറിയേണ്ടത്, പിന്നെ അമലോനോടൊപ്പം പ്രിപ്പയർ ചെയ്തിരുന്ന കുറേ ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അവരൊക്കെ കറൻ്റ്ലി എന്ത് ചെയ്യുന്നു? അവർ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നു? അവരൊക്കെ എക്സാംസ് ക്ലിയർ
ക്ലിയർ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? അതെ, എൻ്റെ കൂടെ തംജീദും ഞാനും ഒരുമിച്ചാണ് പ്രിപ്പയർ ചെയ്യുന്നത്. സായി വിഘ്നേഷ് എന്റെ ബാച്ചിലായിരുന്നു. അപ്പോൾ സെലക്ഷൻ പോസ്റ്റ് ഇപ്പൊ കിട്ടി, വളരെ സന്തോഷമുണ്ട്. തംജീദ് എന്റെ കൂടെയാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. അവനും സെയിം പോസ്റ്റ് തന്നെയാണ് കിട്ടിയത്. അപ്പൊ എന്താണ് തംജീദും ഇതുപോലെ തന്നെ ഫിക്സ് ചെയ്യുന്നോ അതോ ഫ്ലോട്ട് ചെയ്യാൻ കൊടുത്തോ? ഫിക്സ് ചെയ്ത് പോസ്റ്റ് ഫിക്സ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഓക്കെ. കൂടെ ഉള്ളവരൊക്കെ എക്സാംസ് ക്ലിയർ ചെയ്യുന്നു. പിന്നെ ചിലരൊക്കെ ഒരുപാട് പേര് ഉണ്ടാവും, പ്രിപ്പറേഷൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരും ഇതുപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ പിന്നെ അമലിനെ സംബന്ധിച്ച് ഒരു പുതിയ SSC ആസ്പിരന്റ് വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാൾ അയാളുടെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടതെന്നാണ് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്. ഫ്രം ബിഗിനിങ് ഇനീഷ്യലി ബേസിക്സ് എങ്ങനെ പഠിക്കണം, അത് കഴിഞ്ഞിട്ട് എങ്ങനെ കണ്ടിന്യൂ ചെയ്യണം, എങ്ങനെയാണ് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്? ഓരോരുത്തർക്കും ഓരോ അപ്രോച്ച് ഉണ്ട് സാർ. അത് അവർക്ക് അത് അവർ കണ്ടുപിടിക്കണം. അപ്പോൾ എൻ്റെ അപ്രോച്ച് എന്ന് പറയുന്നത്, ഞാൻ വീഡിയോ ക്ലാസ്സസ് ഞാൻ അങ്ങനെ കൂടുതൽ കാണാറില്ലായിരുന്നു. വീഡിയോ ക്ലാസ്സസ് എനിക്ക് എപ്പോഴും മെറ്റീരിയൽ പഠിച്ച് വായിച്ചാലേ കൂടുതൽ മനസ്സിലാവത്തുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു അപ്രോച്ച് ആയിരുന്നു എൻ്റെത്. പക്ഷേ വീഡിയോസ് കാണാറുണ്ട്, ഈ വർക്കൗട്ട് സെഷൻസിന്റെ വീഡിയോസ് കാണാറുണ്ട്. അപ്പോൾ പിന്നെ ഒരു പ്രിപ്പറേഷൻ ജേർണി, അതായത് ഫ്രം ഫൗണ്ടേഷൻ ഉണ്ടാക്കി. ഇപ്പം എല്ലാത്തിനും ഫൗണ്ടേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഇപ്പോൾ മാത്സ് ആയാലും റീസണിങ് ആയാലും GK ആയാലും ഇംഗ്ലീഷ് ആയാലും. അതിനുശേഷം അവരവരുടെ പ്രിപ്പറേഷൻ എങ്ങനെ ക്രമീകരിക്കണം എന്നാണ് പറയുന്നത്. ഓർഡർലി എങ്ങനെ മാനേജ് ചെയ്യണം, എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യേണ്ടത്? ആദ്യത്തെ ഇത് കടമ എന്ന് പറയുന്നത് നമ്മുടെ ബേസിക്സ് എല്ലാം ക്ലിയർ ആണ് എന്ന് ഉറപ്പുവരുത്തി ബേസിക്സ് തന്നെ റിവൈസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അഡ്വാൻസിലോട്ട് കിടക്കുക. ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നല്ലതുപോലെ വർക്കൗട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ സ്പീഡ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യം, അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് അഡ്വാൻസ് ടോപ്പിക്സ്, പിന്നെ പാടുള്ള ടോപ്പിക്സ്, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഡിഫിക്കൽട്ട് സബ്ജക്ട്സ് കാണും. അത് കണ്ടുപിടിച്ചിട്ട് അത് തന്നെ പഠിക്കുക. കുറച്ച് എംഫസിസ് കൊടുക്കുക അതില്. മോക്ക് ടെസ്റ്റ് പിന്നെ അത് മാത്രമേ ഉള്ളൂ. ഒരു ലാസ്റ്റ് 6 months ആണ് പറയുന്നതെങ്കിൽ ലാസ്റ്റ് 2-3 months തൊട്ട് മോക്ക് ടെസ്റ്റ് എഴുതി കംപ്ലീറ്റ്ലി മോക്ക് ടെസ്റ്റ്. ഈ മോക്ക് ടെസ്റ്റ് എഴുതുന്നത് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു കൊടുക്കാം. പലപ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ട്, മോക്ക് ടെസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് പറയാറുണ്ട്. എന്നാലും അച്ചീവ് ചെയ്ത ഒരാൾ തന്നെ പറയുന്നത് നല്ലതായിരിക്കും. മോക്ക് ടെസ്റ്റുകൾ എങ്ങനെ എഴുതണം, അതായത് എങ്ങനെ അനലൈസ് ചെയ്യണം, എങ്ങനെയാണ് അതിനെ ഫോളോ അപ്പ് ചെയ്ത് പോകേണ്ടത് മോക്ക് ടെസ്റ്റുകൾ? മോക്ക് ടെസ്റ്റുകൾ ആദ്യം നമ്മൾ എഴുതുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ഒരു റിസൾട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ മാത്സ് ആണെങ്കിൽ തന്നെ ഒരു 20 questions നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു 15 questions ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള 10-15 questions നമുക്ക് അറിയില്ലാത്തതായിരിക്കാം, ചിലപ്പം സ്പീഡ് കുറഞ്ഞുള്ളതായിരിക്കാം. അതെല്ലാം നമ്മൾ വേറൊരു ബുക്കിലോ നോട്ട് ചെയ്ത് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതേ പാറ്റേൺ ഇനിയും വരുമ്പോൾ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ GK ആണെങ്കിൽ അറിയാത്ത ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള പോയിന്റ്സും നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ മോക്ക് ചെയ്യുമ്പോൾ തന്നെ പല പ്ലാറ്റ്ഫോംസ് ചെയ്യാൻ നോക്കുക. ഒരു പ്ലാറ്റ്ഫോം തന്നെ ചെയ്യുമ്പോൾ അതിനകത്തുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യും. പക്ഷേ അതർ പാറ്റേൺ വരുമ്പോഴത്തേന് ഡിഫറൻസ് ബുദ്ധിമുട്ടാവും. മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു. ഓക്കെ, അപ്പം ഒരു മോക്ക് എഴുതി, ഇപ്പോൾ 1 hour ഒരു മോക്ക് എഴുതിയാൽ എത്ര സമയം അതിൻ്റെ അനാലിസിസിന് വേണ്ടി കളയുമായിരുന്നു അമൽ? 1 hour മോക്ക് ചെയ്താൽ ബേസിക്കലി ഒരു 2 hours തന്നെ അനാലിസിസിന് ആവണം. അതെ, അത്രയും സമയം എടുത്താലേ അത് കറക്റ്റായിട്ട് നമുക്ക് ആ മോക്കിൻ്റെ ഫുൾ പ്രയോജനം ചെയ്യും. ചില ആൾക്കാരെങ്കിലും ഉണ്ട്, ജസ്റ്റ് മോക്ക് എഴുതി സ്കോർ നോക്കിയിട്ട് പോകും, ജസ്റ്റ് സൊല്യൂഷൻ പോലും പ്രോപ്പർലി നോക്കത്തില്ല. അത് തെറ്റായ ഒരു മെത്തേഡ് ആണെന്ന് തന്നെ പറയാം. മോക്ക് കണ്ടിന്യൂസ്ലി ചെയ്യുന്നവർ മോക്കിൻ്റെ അനാലിസിസിന് നല്ല സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പം ഈ Tier 2 പ്രിപ്പറേഷൻ എന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തു? ഇപ്പോൾ Tier 1 സമയത്ത് തന്നെ Tier 2 പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നോ, അതോ Tier 1 ശേഷമാണോ Tier 2 പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്? അഡ്വാൻസ് സബ്ജക്ട്സ് ഒക്കെ ഞങ്ങൾ Tier 1 മുന്നേ തന്നെ തുടങ്ങിയായിരുന്നു. Tier 1 കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, കിട്ടും എന്നുള്ള. അപ്പോൾ തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്ത്. ഓക്കെ, അതിന് Tier 2 മെയിനായിട്ട് മാക്സിമം മോക്ക് എക്സാംസ് എഴുതിയായിരുന്നോ? അതുപോലെ കോംപ്രിഹെൻഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി അങ്ങനെ എന്തെങ്കിലും ചെയ്തായിരുന്നോ? സെപ്പറേറ്റ്ലി Tier 2 ഫോക്കസ്ഡ് ആയിട്ട് എന്ത് കാര്യമാണ് ചെയ്തത്? Tier 2 ഫോക്കസ്ഡ് ആയിട്ട് ഈ വെൻഡർ ചേഞ്ച് ഈ ഇടയ്ക്ക് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് 2-3 എക്സാംസ് മാത്രമേ റെഫറൻസിന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് എങ്ങനെയാണ് ഈ സെലക്ഷൻ പോസ്റ്റ് ആയിരുന്നു ഗ്രാജുവേറ്റ് ലെവലിൽ. അപ്പൊ അത് ബേസ് ചെയ്തിട്ട്
പ്രിപ്പയർ ചെയ്യായിരുന്നു. കമ്പ്യൂട്ടർ എങ്ങനെയാണ് പ്രിപ്പയർ? കമ്പ്യൂട്ടറിന് നല്ലൊരു ടൈം ഇൻവെസ്റ്റ് ചെയ്തിരുന്നു? കമ്പ്യൂട്ടറിന് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. നമ്മൾ സാധാരണ പ്രീവിയസ് ഇയർ വെച്ചാണ് പ്രിപ്പയർ ചെയ്തത്. പക്ഷേ എക്സാമിന് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് വന്നത്. അതെ, ആക്ച്വലി ഈ പറയുന്ന കമ്പ്യൂട്ടർ കാരണം മാത്രം ജോലി കിട്ടാതിരുന്ന ഒരുപക്ഷെ നല്ല സ്കോറുള്ള ഒരുപാട് പേരുണ്ട്. അവർ ചിന്തിച്ചില്ല കമ്പ്യൂട്ടർ എത്രത്തോളം പ്രിപ്പയർ ചെയ്യണമെന്ന് ചിന്തിച്ചില്ല. നോർമലി ആ കമ്പ്യൂട്ടർ പറ്റുമെന്ന് കരുതിയ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഒരുപക്ഷെ നിരാശപ്പെടേണ്ട വന്ന് കാണും. ഓക്കെ, ഇനി മറ്റു കാര്യങ്ങളിലേക്ക് വരാം. എന്താണ് പിന്നെ അമലിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ്? ഇപ്പോൾ SSC CGL എക്സാം കിട്ടി, നല്ലൊരു ജോലിയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ് മുമ്പിലുള്ളത്? ഇമ്മീഡിയറ്റ് ആയിട്ട് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. കുറേ നാള് പ്രിപ്പറേഷന്റെ ഇതിലായതുകൊണ്ട് കുറച്ചൊന്ന് ഫ്രീ ആവണം. അതെ, കുറേ നാൾ കഷ്ടപ്പെട്ടു, ഇനി കുറച്ചൊന്ന് എൻജോയ് ചെയ്യണം, റിലാക്സ് ചെയ്യണം, അതിനുശേഷം ഒന്ന് സെറ്റിൽ ആവുന്നതിനെ പറ്റി ചിന്തിക്കാമെന്നാണ് വിചാരിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒരു ബക്കറ്റ് ലിസ്റ്റിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ട്രിപ്പ് അല്ലെങ്കിൽ ജേണി, എവിടെയെങ്കിലും പോകണം, ഏതെങ്കിലും സ്ഥലം, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ മുമ്പിൽ? ഒന്നും ഇതായിട്ട് പ്ലാൻ ചെയ്തിട്ടില്ല. ബട്ട് ഒരു സോളോ ട്രിപ്പ് ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് സമാധാനപരമായിട്ട് കുറച്ച് നാളെ സ്പെൻഡ് ചെയ്യണം, ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ. ഒരുപക്ഷെ നമ്മുടെ ജോബ് പോസ്റ്റിംഗ് സാധ്യത കേരളത്തിൽ സാധ്യത ഉണ്ടോ? ഒരുപാട് സാധ്യത ഉണ്ടോ? കേരളത്തിൽ കിട്ടാൻ സാധ്യത ഉണ്ടോ? അതോ നോർത്തിലേക്കോ മറ്റോ ആയിരിക്കുമോ പോസ്റ്റിംഗ്? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് കേരളത്തിൽ കുറച്ച് ചാൻസ് കുറവാണ്. അതെ. അപ്പോൾ പക്ഷെ ഇറ്റ്സ് ഓക്കെ. എനിക്ക് അപ്പുറത്തെ തമിഴ്നാടായാലും നോർത്ത് ആയാലും എനിക്ക് പ്രോബ്ലം ഇല്ല. എങ്ങനെയായാലും ഒന്ന് പല സ്ഥലങ്ങളും ഡിസ്കവർ ചെയ്യാൻ വിചാരിക്കുന്നു. അപ്പോൾ ഒറ്റ മകനാണല്ലോ അല്ലേ? അപ്പോൾ വീട്ടുകാരെന്ത് പറയുന്നു ഈ ഒരു കാര്യത്തെ പറ്റി? അവര് കംഫർട്ടബിൾ ആണോ? അല്ല, അവർ അന്നും ഇന്നും എപ്പോഴും എനിക്ക് നല്ല സപ്പോർട്ടാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിനെ പറ്റി വലുതായിട്ട് കെയർ ചെയ്യുന്നില്ല അവർ. അതെ. അപ്പം എവിടെയാണെങ്കിലും ബെറ്റർ ആയിട്ടുള്ള പൊസിഷനിലിരിക്കുക, നന്നായിട്ട് ലൈഫ് ലീഡ് ചെയ്യുക എന്നൊരു കാര്യം തന്നെയാണ് ജീവിക്കുന്നത് അല്ലേ? അപ്പം മറ്റൊരു കാര്യം എനിക്ക് അമലിനോട് ചോദിക്കാനുള്ളത്, ഈ എക്സാം പ്രിപ്പറേഷനകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നത് പലപ്പോഴും മെൻ്റലി നമ്മൾ സ്ട്രോങ് ആവാതെ പോകും. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നാൾ ഇതിൻ്റെ മുമ്പിൽ പ്രിപ്പയർ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ മാനസികമായ പല പ്രശ്നങ്ങളും അനുഭവിക്കും, മെൻ്റലി ഡൗൺ ആവും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്ത് മുമ്പോട്ട് വന്നത്? അങ്ങനത്തെ ഒരുപാട് സാഹചര്യങ്ങൾ വരാറുണ്ട്. ഫെയിലിയർ എന്ന് പറയുന്നത് ഇത് പാർട്ട് ഓഫ് ദി ജേണിയാണ്. അപ്പൊ അത് നമ്മളത് മനസ്സിലാക്കണം. ഇഷ്ടംപോലെ ഫെയിൽ ആയിട്ടുണ്ട്. കുറെ എക്സാംസ് ഞാൻ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതില് ഇഷ്ടംപോലെ ഫെയിൽ ആവുന്നതിലൂടെ തന്നെയാണ് ആ എക്സ്പീരിയൻസ് കിട്ടുന്നത്. അപ്പൊ അത് നമ്മളെ ഒരിക്കലും ഡീമോട്ടിവേറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഡീമോട്ടിവേറ്റ് ആവാൻ പാടില്ല. അതൊരു ചലഞ്ചായി ഏറ്റെടുക്കുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മാനസിക സമ്മർദ്ദത്തെയൊക്കെ മാനേജ് ചെയ്തത്? സപ്പോർട്ടീവായിട്ട് ആരൊക്കെ ഉണ്ടായിരുന്നു? ഇപ്പോൾ കൂടെയുള്ള അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഫാമിലി, ആരാണ് ഏറ്റവും സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നത്? പാരൻസും ഫ്രണ്ട്സും നല്ല സപ്പോർട്ടാണ്. പിന്നെ ഞാൻ ഗ്രൂപ്പായിട്ടാണ് ഇവിടെ ഇരുന്ന് ദിശ അക്കാഡമി ഇരുന്ന് പഠിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും പരസ്പരം സപ്പോർട്ടീവാണ്. അവരെല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടീച്ചേഴ്സ്, ഫാക്കൽറ്റീസ് എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ മെൻറ്റർ ശരത് സാറായിരുന്നു, വലിയ സപ്പോർട്ടായിരുന്നു. പിന്നെ ഗോപിക ചേച്ചി എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടെ എൻ്റെ ഗ്രൂപ്പിലിരുന്ന് പഠിക്കുന്നവരായാലും കൂടെ തംജീദായാലും സായിനായാലും ഒരുമിച്ചിരുന്ന് പഠിച്ചവർ, അവർക്ക് കിട്ടിയതും എനിക്ക് നല്ല സന്തോഷമാണ്. ഇനി അവിടെ പൊട്ടൻഷ്യലുള്ള കുറേ പേരുണ്ട്. അപ്പൊ അവർക്കും ഇനി കിട്ടട്ടെ ആശംസിക്കുന്നു. ഓക്കെ. ഇനി ഈ എക്സാമിന് മുമ്പോട്ട് വരാൻ പോകുന്ന വളരെ സീരിയസ് ആയിട്ടുള്ളൊരു പരീക്ഷയാണെന്ന് വേണമെങ്കിൽ പറയാം. വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു പരീക്ഷയാണ് SSCയുടെ CGL. അപ്പം അത് ക്രാക്ക് ചെയ്ത് അച്ചീവ് ചെയ്തിരിക്കുന്ന അമലിന് ഇനി പുതുതായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരോട് പറയാനുള്ള അഡ്വൈസ് എന്താണ്? എങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം? എന്തായിരിക്കണം നിങ്ങളുടെ മൈൻഡ് സെറ്റ്? കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക, റിവൈസ് ചെയ്യുക, എക്സാംസ് എഴുതുക. ഫെയിലിയേഴ്സ് ഉണ്ടാവും, ബട്ട് അതിനൊക്കെ തരണം ചെയ്ത് പോസിറ്റീവായിട്ട് ഒരു അപ്രോച്ച് എപ്പോഴും കാണണം എന്തായാലും. അപ്പോൾ സമയമെടുക്കുമെങ്കിലും എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പം നമ്മൾ അമലിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. SSC CGL എക്സാം ക്ലിയർ ചെയ്ത് ഇൻകം ടാക്സിൽ ഓഫീസ് സൂപ്രണ്ടൻ്റായിട്ട് ജോലി നേടാൻ പോവുകയാണ്. അപ്പോൾ അമലിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ ദിശ ഫാമിലിയുടെ ഭാഗമായിരുന്ന അമലിന് എല്ലാവിധ ആശംസകളും. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം.